ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ദേവീ മഹാത്മ്യം ഉത്തമചരിതം അധ്യായം 7 ചണ്ഡമുണ്ഡാസുരവധം. സുമേധസ് മഹർഷി കഥ പറയുകയാണ്. സുരത മഹാരാജാവിൻ്റെ അടുത്താണ് പറയുന്നത്. ധൂമ്രലോചന വധശേഷം ശുംഭനാൽ ആജ്ഞാപിക്കപ്പെട്ട ചണ്ഡമുണ്ഡാസുരന്മാരുടെ നേതൃത്വത്തിൽ ആ അസുരന്മാർ ആന, കുതിര, കാലാൾ തുടങ്ങിയ ചതുരംഗപ്പടയോടുകൂടെ ആയുധങ്ങൾ ഇങ്ങനെ കയ്യിലുയർത്തി പിടിച്ചുകൊണ്ട് അലറിക്കൊണ്ടങ്ങനെ പോകുകയാണ്. അങ്ങനെ യുദ്ധത്തിനായിട്ട് പോയി ദേവിയുടെ അടുത്തേക്ക്. അവർ ആ ഹിമവത് പാർശ്വത്തിൽ എത്തിയപ്പോൾ അവർ ഹിമവാൻ്റെ ആ കൊടുമുടി എന്ന് പറയുന്നത് സ്വർണ്ണമയമാണ്. അങ്ങനെ സ്വർണ്ണമയമായിരിക്കുന്ന ഹിമവാൻ്റെ ആ കൊടുമുടിയിൽ സിംഹത്തിൻ്റെ മുകളിൽ ചെറിയ ചിരിയോടുകൂടെ ഇരിക്കുന്ന, കാരണം പുതിയ എതിരാളികൾ വന്നുവല്ലോ എന്ന സന്തോഷം കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ദേവിയെ കണ്ടു. ഉത്സാഹത്തോടു കൂടിയ അവർ ദേവിയെ കണ്ടിട്ട് ഉടനെ തന്നെ ദേവിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്രകാരം തന്നെ മറ്റു ചിലർ ചെവിയോളം വലിച്ചു പിടിക്കപ്പെട്ട വില്ല് കാരണം ഇപ്പോൾ യുദ്ധം ചെയ്യും എന്ന രീതിയിലാണ്. അതുപോലെ ഉറിയിൽ നിന്ന് ഊരിപ്പിടിക്കപ്പെട്ട വാൾ, അങ്ങനെയുള്ളവരായി ദേവിയുടെ സമീപത്തേക്ക് ഗമിച്ചു. ഇവരുടെ ഈ പോർവിളിയും ആ യുദ്ധത്തിനുള്ള ആ ഒരു ഉദ്യമവും ഒക്കെ കണ്ട ആ അംബിക ദേവി ആ ശത്രുക്കളോട് ദേവി കോപത്തെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ കോപത്താൽ പൊതുവെ കാളിക വർണ്ണനിറമുള്ള ദേവിയാണ് കൗശികാദേവി. ആ ദേവിയുടെ മുഖം കൂടുതൽ കറുത്തതായി തീർന്നു. പൊതുവെ കറുപ്പ് നിറമുള്ള ദേവിയാണ് കൗശികി ദേവി. ആ ദേവിയുടെ മുഖം കൂടുതൽ കറുത്തതായി തീർന്നു. മാത്രമല്ല ആ കോപത്താൽ കൗശികി ദേവിയുടെ പുരികക്കൊടികൾ അങ്ങനെ വളഞ്ഞു. ദേവി അത്രയും കോപത്തോടെയാണ് ഇരിക്കുന്നത് എന്നർത്ഥം. അങ്ങനെ ആ ദേവിയുടെ വിസ്താരമായ നെറ്റിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ പേടി തോന്നിപ്പിക്കുന്ന ഒരു വളരെ വേഗത്തിൽ തന്നെ ഒരു മുഖത്തോടു കൂടിയ, ഒപ്പം കയ്യിൽ വാളുണ്ട്, പാശമുണ്ട്, കറുത്ത രൂപത്തിലുള്ള ഒരു ഭീകരമായ ഒരു രൂപം ഉത്ഭവിച്ചു. ചണ്ഡമുണ്ഡാസുരന്മാരുടെ വധത്തിനായി ദേവി വീണ്ടും ഒരു പുതിയ രൂപത്തെ സ്വീകരിക്കുകയാണ്. അത്യധികം കോപത്തോടെ ജ്വലിക്കുന്ന ദേവിയുടെ നെറ്റിത്തടത്തിൽ നിന്നാണ് ആ രൂപം പുറത്തേക്ക് വന്നത്. പുതിയ ദേവിക്ക് ഭീകരമായ ഒരു രൂപം തന്നെ ആയിരുന്നു. അതുകൊണ്ട് പുതുതായി ഉത്ഭവിച്ച കാളിയെ വർണ്ണിക്കുകയാണ്. വിചിത്രമായിട്ടുള്ള, അറ്റത്ത് തലയോട്ടി പിടിപ്പിച്ച ഒരു തരത്തിലുള്ള ആയുധമാണ്. അങ്ങനെയുള്ള ആ ആയുധത്തെ ധരിച്ച് ഇനി തലമാലകൾ, തലയോട്ടികൾ കോർത്ത് വെച്ചിട്ടുള്ള, അത് മാലയാക്കി അണിഞ്ഞിരിക്കുന്ന, പുലിത്തോൽ തൻ്റെ വസ്ത്രമായി ഉടുത്തിരിക്കുന്ന, ഒട്ടും മാംസമില്ലാത്തതുപോലെ തോന്നിപ്പിക്കുന്ന, എല്ലും തോലും പോലെയായിട്ടുള്ള ഒരു രൂപം. എന്നാൽ കാഴ്ചയിൽ ഒരു ഭയങ്കര രൂപമായിട്ടുള്ള, ഒപ്പം ദേവി വായ തുറക്കുമ്പോൾ തന്നെ അത്രയും വിസ്താരമാണ്. ഇനി തൻ്റെ നാവ് പുറത്തേക്ക് ഇട്ടിട്ട് ആ നാവിനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുവന്ന നാവ്, രക്തം ഒഴുകുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അത്രയും ഭീകരതയാണ്. അങ്ങനെ നാവിളക്കുന്നത് കൊണ്ട് ഭയങ്കരിയായി തോന്നിപ്പിക്കുന്ന, കണ്ണൊക്കെ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുകയാണ്. എന്നാലോ തീ കട്ട പോലെ ഇങ്ങനെ ചുവന്നിരിക്കുകയാണ് ആ കണ്ണുകൾ. ഇനി ദേവി ഗർജിക്കുകയാണ്. ദേവിയുടെ ആ ഗർജനം കൊണ്ട് ദിക്കുകളൊക്കെ ഇങ്ങനെ കുലുങ്ങുകയാണ്. ഇങ്ങനെ ആ ഒരു രൂപത്തോടു കൂടെ ഭദ്രകാളിയായിട്ടാണ് ആ കൗശികാദേവിയുടെ നെറ്റിത്തടത്തിൽ നിന്ന് പുതിയ ഒരു ദേവി ഉത്ഭവിച്ചത്. ആ കാളീദേവി വളരെ പെട്ടെന്ന് ഈ അസുരന്മാരുടെ നേർക്ക് ഓടിച്ചെന്നിട്ട് അവരെയൊക്കെ അടിച്ച് അവരെ വീഴ്ത്തുകയാണ്. മാത്രമല്ല ആ സൈന്യത്തിൽ, ആ സൈന്യബലത്തിലുള്ള കുറേ പേരെ ജീവനോടെ തന്നെ അതുപോലെ എടുത്ത് ഭക്ഷിച്ചു. അത്രയും ഭീകരമാണ് ആ ദേവിയുടെ രൂപം. ഇനി ദേവി എങ്ങനെയൊക്കെയാണ് അവരെ പിടിച്ച് തിന്നത് എന്ന് പറയുകയാണ്. ഒരു ആനയെ തിന്ന കാര്യം പറയുന്നു. ആനയെ മാത്രമല്ല, ആനയുടെ പുറകു ഭാഗത്ത് സംരക്ഷിക്കുന്ന ആനക്കാരൻ, അസുരനായിട്ടുള്ള ആ ആനക്കാരനെയും, ആനയെ പ്രധാനമായിട്ടും നയിച്ചു കൊണ്ടുപോകുന്ന തോട്ടി പിടിച്ച മറ്റൊരസുരൻ, ആ ഗജത്തിന് മണി കെട്ടിയിട്ടുണ്ട്, അതുപോലെ ആനപ്പുറത്തിരിക്കുന്ന അസുരൻ ഈ യോദ്ധാവിനെയും ആ മണിയോടെ ഇത്രയും ചുറ്റപ്പെട്ടിരിക്കുന്ന ആനകളെ ഇങ്ങോട്ട് ചുരുട്ടി പിടിച്ച് വലിച്ച് ചുരുട്ടിയിട്ട് തൻ്റെ വായിൽ അങ്ങോട്ട് എറിയുകയാണ് ചെയ്തത്.
ദേവിക്ക് ഇതൊക്കെ വളരെ നിസ്സാരം. കടിച്ചു മുറിച്ച് ഇറക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു ആനയെ തിന്നു, ഇനി കുതിരയെ, അതുപോലെ തന്നെ കുതിരപ്പുറത്തിരിക്കുന്ന അശ്വരൂഢനായിട്ടിരിക്കുന്ന ആ യോദ്ധാവിനെ, കുതിരകളോടും കുതിരകളെ കൊണ്ടുപോകുന്ന രഥം, ആ രഥത്തിൻ്റെ സാരഥിയോടും കൂടെ തൻ്റെ വായിലേക്ക് അങ്ങോട്ട് എടുത്ത് പല്ലുകളെ കൊണ്ട് ഏറ്റവും ഭയങ്കരമാകും വണ്ണം പൊടിച്ച് കടിച്ച് തിന്നുകയാണ് ദേവി. ഇനി ഒരു അസുരനെ തലമുടി പിടിച്ച് വലിച്ച്, ഇനി മറ്റൊരു അസുരനെ കഴുത്തിന് പിടിച്ച്, മറ്റൊരുത്തനെ കാലുകൊണ്ട് അടിച്ച് തൊഴിച്ച്, മറ്റൊരുത്തനെ തൻ്റെ മാറിടം കൊണ്ടും അവനെ നിഗ്രഹിച്ചു. ആ ചണ്ടമുണ്ടാതി അസുരന്മാരാൽ അയക്കപ്പെട്ട ആ ആയുധങ്ങളും വലിയ വലിയ പേരുകേട്ട ബാണങ്ങളും എല്ലാം ആ കോപത്തോടു കൂടെ തന്നെ നേരെ തൻ്റെ വായിലേക്ക് അങ്ങോട്ട് എടുത്തു എന്നാണ്. എന്നിട്ട് തൻ്റെ പല്ലുകളെ കൊണ്ട് കടിച്ചു പൊടിച്ചു. വലിയ ദേഹത്തോടു കൂടിയിരിക്കുന്ന ബലശാലികളായിരിക്കുന്ന അസുരന്മാരുടെ ബലം, സൈന്യബലം, അതിൽ ആന, കുതിര, കാലാൾ, തേർ തുടങ്ങിയ സൈന്യത്തെ മുഴുവനും ദേവി മർദ്ദിച്ചു. മറ്റുള്ളവരെ പിടിച്ച് തിന്നു. അപ്രകാരം വേറെ ചിലരെ അടിക്കുകയും ചെയ്തു. ചില അസുരന്മാരെ വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചു. ചിലരെ ഗഡ്വാംഗം എന്ന ആയുധം കൊണ്ട് അവരെ അടിച്ചു. പല്ലിൻ്റെ അഗ്രഭാഗം, ആ കൂർത്തു മൂർത്ത പല്ല് കൊണ്ട് കടിക്കപ്പെട്ടവരായിട്ടും വിനാശത്തെ പ്രാപിച്ചു. ക്ഷണം നേരം കൊണ്ട് അസുരന്മാരുടെ ആ സൈന്യം മുഴുവൻ താഴെ വീണതായി കണ്ടിട്ട് ചണ്ഡാസുരൻ അതിഭയങ്കരമായ രൂപത്തോടു കൂടെ നിൽക്കുന്ന ആ കാളിയുടെ നേർക്ക് ഓടിച്ചെന്നു. മഹാസുരനായ ആ ചണ്ഡാസുരൻ അതിഘോരങ്ങളായ ശരവർഷങ്ങളെ കൊണ്ടും, അതുപോലെ മുണ്ടാസുരനാകട്ടെ 1000 പ്രാവശ്യം അയക്കപ്പെട്ട ചക്രായുധങ്ങളെ കൊണ്ടും ഭീമമായ കണ്ണുകളുള്ള ആ ദേവിയെ അങ്ങോട്ട് മൂടിക്കളഞ്ഞു. അങ്ങനെ ദേവിയുടെ നേർക്ക് അയക്കപ്പെട്ട ചക്രായുധങ്ങൾ ദേവിയുടെ വായിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ, ഇനി ആ ഒരു ഉപമ പറയുകയാണ്. ദേവിയുടെ മുഖം കാർമേഘം പോലെ കറുത്തിരുണ്ടതാണ്. അങ്ങനെയുള്ള ആ മുഖത്തിലേക്ക് സൂര്യതുല്യം പ്രകാശിക്കുന്ന ഈ ചക്രായുധങ്ങൾ പ്രവേശിച്ചതുകൊണ്ട് ഒരു കാർമേഘത്തിനുള്ളിലേക്ക് അസംഖ്യങ്ങളായ സൂര്യമണ്ഡലങ്ങൾ അവിടെ ചെന്ന് പതിച്ചാൽ എങ്ങനെയോ അങ്ങനെ അതുപോലെ അവിടെ പ്രകാശിച്ചു, അങ്ങനെ ശോഭിച്ചു. അനന്തരം ദേവിയെ ഇതൊന്നും ബാധിച്ചില്ല. ദേവി അട്ടഹസിക്കുകയാണ്. അങ്ങനെ ഭൈരവനാദത്തോടുകൂടി ഭീകരമായിട്ടുള്ള ദേവിയുടെ വായ്ക്കുള്ളിലെ അവിടെ കാണാൻ ബുദ്ധിമുട്ടുള്ള പല്ലുകൾ അങ്ങനെ ഉജ്ജ്വലമായി പ്രകാശിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന ആ ദേവി അത്യധികം കോപിഷ്ഠയായിട്ട് ഭയങ്കരമാകും വിധം അട്ടഹസിച്ചു. ദേവി വലിയൊരു വാൾ എടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് ഹം എന്നൊരു ശബ്ദം പുറപ്പെടുവിച്ച് ചണ്ടൻ്റെ നേർക്കങ്ങോട്ട് ഓടിയടുത്തു. എന്നിട്ട് ആ ചണ്ടൻ്റെ മുടി പിടിച്ച് ആ വാളുകൊണ്ട് ശിരസ് ഛേദിച്ചു. അനന്തരം മുണ്ടാസുരൻ ചണ്ഡാസുരനെ ദേവി താഴെ വീഴ്ത്തി എന്നു കണ്ടിട്ട് ദേവിയുടെ ആ കാളിയുടെ നേർക്ക് ഓടി വന്നു. ആ ദേവിയാകട്ടെ അവനെയും അത്യധികം കോപത്തോടുകൂടെ വാൾ കൊണ്ട് അടിച്ചിട്ട് ആ ഭൂമിയിൽ അവനെയും പതിപ്പിച്ചു. ഇവിടെ ഏറ്റവും പരാക്രമശാലികളായ ചണ്ടനും മുണ്ടനും അവിടെ വീണ് കിടക്കുന്നതാണ് സൈന്യത്തിൽ ബാക്കിയുള്ളവർ കാണുന്നത്. ആ സൈന്യത്തിലെ കുറേ പേർ കൊല്ലപ്പെട്ടു. വീണ്ടും ബാക്കിയുള്ള സൈന്യം ചണ്ടനെയും അത്രയും ബലവാനായ മുണ്ടനെയും താഴെ വീണതായി കണ്ടിട്ട് ഭയം കൊണ്ട് പരവശരായി ഓരോ ദിക്കിലേക്കും ഓടി ഒളിച്ചു എന്നാണ് പറയുന്നത്. ആ കാളീദേവി ചണ്ടൻ്റെയും മുണ്ടൻ്റെയും ശിരസ് മാത്രം ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് അതിഗംഭീരമായ അട്ടഹാസത്തോടുകൂടെ മുന്നോട്ട് നടന്നിട്ട് അവിടെ ഇരുന്ന കൗശികീദേവിയുടെ അടുത്ത് വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. കൗശികീദേവി, ഈ കാളീദേവി പറയുകയാണ്, ഈ യുദ്ധത്തിൽ അങ്ങേക്ക് ഞാൻ ഈ ചണ്ടമുണ്ടന്മാരെ ഞാൻ ഒരു ഉപഹാരമായിട്ട് ദേവിക്ക് സമർപ്പിക്കുകയാണ്. ഇനി ദേവി തന്നെ സ്വയം ഈ യുദ്ധത്തെ ഒരു യജ്ഞമായി കണ്ടിട്ട് മഹാപശുക്കളായ, അതായത് യുദ്ധത്തിൽ പശുക്കളെ ഹോമിക്കണം. അങ്ങനെ ഇവിടെ ഇപ്പോൾ പശുക്കളായി പറയുന്നത് ശുംഭനെയും നിശുംഭനെയുമാണ്. ഇനി അവരാണ് പ്രധാനമായിട്ട് ബാക്കിയുള്ളത്. അവരെ ദേവി തന്നെ സ്വയം അങ്ങ് തന്നെ ഹനിച്ചാലും നിഗ്രഹിച്ചാലും. ഇനി സുമേധസ് മഹർഷിയാണ് പറയുന്നത്. അനന്തരം മംഗളകരമായ വാക്കിനെ പറയുന്ന ചണ്ഡികാദേവി ആ മഹാസുരന്മാരായ ചണ്ടമുണ്ടാസുരന്മാരെ കൊന്നു വന്നതായി കണ്ടിട്ട് കാളിയോട് ലളിതമായി ഈ വാക്കുകളെ പറഞ്ഞു. ഇനി കാളീദേവിക്ക് കൗശികീദേവി ഒരു പേര് കൊടുക്കുകയാണ്. ദേവി യാതൊരു കാരണത്താൽ ദേവി ചണ്ടനെയും മുണ്ടനെയും വധിച്ചിട്ട് എടുത്തു വന്നല്ലോ,
അതുകൊണ്ട് ഇനി ദേവി ചാമുണ്ടേശ്വരി എന്ന പേരിൽ പ്രസിദ്ധപ്പെട്ട ദേവിയായി ഭവിക്കുന്നതാണ്. അതിന് കാരണം ചണ്ഡമുണ്ടാസുരന്മാരെ വധിച്ചു കൊണ്ടുവന്നതാണ്. അതിനാൽ കൗശികീ ദേവി കാളീ ദേവിക്ക് ഒരു പേര് കൊടുക്കുകയാണ് ചാമുണ്ടേശ്വരി ദേവി. ഹരേ കൃഷ്ണ. ഇതോടുകൂടെ ഈ ഒരു അധ്യായം 7 അവസാനിക്കുകയാണ്. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ഈ വായിച്ചത് അത്രയും ആ രാധാകൃഷ്ണ പുണ്യപാദ പത്മ ചൈതന്യത്തിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.